ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഉണങ്ങിയിരിക്കുന്ന ഒരു തേങ്ങയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ജലാംശം വറ്റി കിട്ടും. പിന്നെ എനിക്ക് ഇതിൻ്റെ ചിരട്ട പെട്ടെന്ന് തന്നെ മാറ്റി കിട്ടി. നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ കിട്ടി. ഇങ്ങനെ ഫുള്ളായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി. സ്കിന്നിനി ഒന്ന് മാറ്റി വെക്കണം. ഒരു കത്തി വെച്ച് ഞാൻ സ്കിന്നൊക്കെ പോക്കിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് നന്നായിട്ടുള്ള വൈറ്റ് കളറ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടും. ഇപ്പം നിങ്ങൾ സാധാരണ തേങ്ങ 2 പീസാക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ തേങ്ങാക്കൊത്തിനൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ പീസാക്കി എടുത്ത് അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടും നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുകയാണ്. നമുക്ക് വെറും ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വളരെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ എടുക്കുന്ന തേങ്ങ എപ്പോഴും നല്ലതുപോലെ വിളഞ്ഞിട്ടുള്ള തേങ്ങയായിരിക്കണം. നമ്മളിത് വിളയാത്ത തേങ്ങ വെച്ച് ചെയ്താൽ അത് നന്നായി തന്നെ അരഞ്ഞതുപോലെയാണ് കിട്ടുക. നന്നായി പൊടിഞ്ഞിട്ടാണ് വേണ്ടത്. മിക്സി നന്നായി കഴുകി തുടച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജിൽ ഞാൻ മിക്സി ഓഫ് ചെയ്ത് ഒരു 5-6 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്തേ ഉള്ളൂ. ഇപ്പോൾ ഒരു നല്ല ചൂടായി കിടക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് തവയിലേക്ക് ഞാൻ ഈ ഒരു പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട സമയം മുതൽ നല്ല ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. നമ്മൾ അടുത്ത് തന്നെ ഇരുന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ചെറിയ കളറ് മാറ്റം സംഭവിക്കും. അടിയിലുള്ള ഭാഗം പെട്ടെന്ന് തേങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് റാഫലോ പുഡിംഗ്, റാഫലോ കേക്ക്, അതുപോലെ ചോക്ലേറ്റ്സ് ഉണ്ടാക്കാം. പിന്നെ കോക്കനട്ട് ബർഫി, കോക്കനട്ട് ലഡു, അങ്ങനെ പല റെസിപ്പീസും ഉണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തേങ്ങയിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വരണം. അങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കിയാൽ ഇത് നമുക്ക് കൂടുതൽ കാലം വെക്കാനാവും. പിന്നെ ഇത് നമ്മൾ കളറ് മാറാതെ ഇങ്ങനെ അടുത്തിരുന്ന് തന്നെ ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടുത്ത് തന്നെ ഇരുന്നാൽ നമുക്കൊരു 10 മിനിറ്റിനുള്ളിലൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ആ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ വെച്ചിരുന്നാൽ അതിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ കളറ് മാറും. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി കറക്കിയെടുക്കാം. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ എനിക്കിവിടെ വേണ്ടത് കുറച്ചുകൂടി ഫൈനായിട്ടുള്ള ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കോക്കനട്ട് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2 ആഴ്ചയൊക്കെ നമുക്ക് പുറത്ത് വെച്ച് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിലും കൂടുതൽ 1 മാസമൊക്കെ നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു പുഡിംഗ് റെസിപ്പി ഇട്ടിരുന്നു, റഫലോ പുഡിംഗ് റെസിപ്പി. അപ്പോൾ അതിൽ ചിലരൊക്കെ പറഞ്ഞിരുന്നു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്